നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ടും മറ്റും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതികൾ അറസ്റ്റിൽ. എടവണ്ണ സ്വദേശികളായ പുത്തൻവീട്ടിൽ വഫീദ്, പുതുക്കോട്ടിൽ വിജീഷ്, തിരുവനന്തപുരം ചിറിയൻകീഴ് ചിലമ്പിൽ ശാസ്തവട്ടം സ്വദേശി അനിൽ ഭവനിൽ അമൽ എന്നിവരാണ് പിടിയിലായത്. ഇവർ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കാപ്പ കേസ് പ്രതി എടവണ്ണ മുണ്ടേങ്ങര സ്വദേശി കൊളപ്പാടൻ നിസാമിന്റെ കൂട്ടാളികളാണ്. മമ്പാട് സ്വദേശി കാമ്പ്രത്ത് ഷാജഹാനെയാണ് പ്രതികൾ മുൻവൈരാഗ്യത്തെ തുടർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. 18-ാം തീയതി രാത്രി 10:30 കേസിനാസ്പദമായ സംഭവം നടന്നത്. എടവണ്ണയിൽ ഫർണിച്ചർ ഷെഡ് നടത്തുന്ന പരാതിക്കാരനെ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഇരുമ്പുവടി കൊണ്ടും പട്ടിക കൊണ്ടും ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഷാജഹാന്റെ ഇരു കാലുകളുടെയും എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചു. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താനായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി വി കെ വിശ്വംഭരൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. തുടർന്ന് കൊടുവള്ളിയിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്ന പ്രതികളെ ഇന്ന് രാവിലെ രഹസ്യവിവരത്തെ തുടർന്ന് CIG പ്രൈജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അവിടെ വെച്ച് കസ്റ്റഡിയിലെടുത്തു. സംഭവം നടക്കുന്നതിന് 4 ദിവസം മുൻപ് പരാതിക്കാരനായ ഷാജഹാന്റെ ബന്ധുവിനെ വഫീദും വിജീഷും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാനും മറ്റും ഷാജഹാൻ മുൻകൈയെടുത്തിരുന്നു. ഇതിന്റെ മുൻവൈരാഗ്യം കൊണ്ടാണ് പ്രതികൾ ഷാജഹാനെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത്. ഇതിനായി പ്രതികൾ ഗുണ്ടാ നേതാവ് നിസാമിന്റെ സഹായം തേടുകയും നിസാമിന്റെ നേതൃത്വത്തിൽ കാറിലെത്തിയ സംഘം ഷാജഹാനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായിയെ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായ നിസാം ഷൊർണൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എടവണ്ണ ചെമ്പക്കുത്ത് സ്വദേശി റിധാൻ ബാസലിനെ വെടിവെച്ചു കൊന്ന കേസിൽ പ്രതിയാണ് നിസാം. സ്വർണം, കുഴൽപ്പണം തട്ടിക്കൽ, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, സംഘം ചേർന്നുള്ള ആക്രമണം, മണൽ കടത്ത് തുടങ്ങി 20ഓളം കേസുകളിൽ പ്രതിയായ നിസാമിനെ മുൻപ് കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിസാമിന്റെ സംഘത്തിൽ ഉൾപ്പെട്ട വഫീദും വിജീഷും അമലും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആക്രമണത്തിന് ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയ മറ്റുള്ളവരെയും കേസിൽ പ്രതി ചേർക്കും. ASI സുനിത MP, CPOമാരായ വിജിത് എ, വിനീത്, ദിനേശ് കെ, സിയാദ്, ഷറഫ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, നിഭിൻ ദാസ്, ജിയോ ജേക്കബ്, സജീഷ്, സജേഷ്, കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.